അയാൾ അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ എഗ്രിമെൻറ്റിൽ മൊത്തം അങ്ങ് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരാളിങ്ങനെ പറയുന്നുണ്ട്, ആ പൈസ കൊടുക്കാൻ വന്ന ആൾ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം ശരി, ഒക്കെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്കുള്ള പൈസ എന്ന് പറയുന്നത് ബാങ്ക് വഴി വേണോ അതോ ക്യാഷായിട്ട് തന്നെ വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട് രണ്ടായിട്ടും വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇയാൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വന്നോളൂ, ഞാൻ പൈസ കൊടുത്തു വിടാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അയാൾ ഒരു കൺഗ്രാറ്റ്സും കൂടി അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ സിനിമ നല്ല രീതിയിൽ അങ്ങ് വിജയിക്കട്ടെ, എൻ്റെ എല്ലാ ആശംസകളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു വിഷയമൊക്കെ കൊടുത്തിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാനേജർ ഇങ്ങനെ നമ്മുടെ സുകുമാര മുത്തശ്ശനോടും പ്രിയങ്കനോടും കൂടിയിട്ട് അങ്ങ് പറയുന്നുണ്ട്, ഇനി അയാളോട് നമ്മൾ നല്ല രീതിയിൽ സഹകരിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അല്ല നമ്മളെന്തിനാണ് സഹകരിക്കുന്നത്, അയാൾ നമുക്ക് തരുന്ന പൈസ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചും കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവന്മാരെയൊക്കെ എന്തിനാണ് സഹകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്, പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം കുറച്ച് പൈസക്ക് ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ വരും, അപ്പോൾ പിന്നെ ഇങ്ങനെ സഹകരിച്ച് ഇതാക്കൊന്നും വേണ്ടല്ലോ. എന്തായാലും സിനിമയിൽ ഇതുപോലെ കുറേ അവന്മാരുണ്ട് പലിശയും കൊണ്ട് വരുന്നവന്മാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അത് ശരിയാ മുത്തശ്ശി, എല്ലാ സിനിമയിലും ഉണ്ടാകും ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഒരു മാനേജറും കൂടി ഇവരോട് പറയുന്നുണ്ട്, അത് ഈ സിനിമ മാത്രമല്ല എല്ലാ സിനിമയിലും പൈസക്ക് ഷോട്ട് വരുമ്പോൾ ഇതുപോലെയുള്ളവന്മാരാണ് സഹായിക്കാറുള്ളത്, അപ്പോൾ അവർക്ക് പലിശയും കൂടിയിട്ട് അവർക്ക് തിരിച്ചങ്ങ് കൊടുത്താൽ മതിയാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലും പൈസ വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു ബിസിനസ് തുടങ്ങാം, എന്തായാലും വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ, പൈസ കൊടുത്താൽ പലിശ സഹിതം നമുക്കങ്ങ് തിരിച്ച് കിട്ടും ചെയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കനോട് പറയുന്ന സമയത്ത് പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി അതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാണ്, നമ്മൾ ഒരു സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് കൊളുത്തി ഒന്ന് സക്സസ് ആയാൽ മതി, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ പണം വെച്ചിട്ട് നമുക്കും ഇതുപോലെ അങ്ങ് ഈ പലിശയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമക്കാർക്കൊക്കെ പൈസ കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെ പ്ലാൻ അടിപൊളിയാണ് എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക ഈ സുകുമാര മുത്തശ്ശിയോടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശി കണ്ണ് തുറന്നിട്ടില്ല, അവിടെ ആണെങ്കിൽ വരുൺ എത്തിയിട്ടുണ്ട്. അവൻ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ചെറിയച്ഛൻ ഈ മുത്തശ്ശിയുടെ കൈക്ക് നേരെയാണ് കത്തി ഉയർത്തിയത് എന്നുണ്ടെങ്കിൽ അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് കൊന്ന് തീർക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്, പിന്നെ ചെറിയച്ഛനെ ജീവനോടെ വെക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ വരുൺ അങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ പത്മിനി ഇവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ വരുണെ നീ ഇങ്ങനെ ദേഷ്യത്തിലൊന്നും സംസാരിക്കല്ലേ, അത് നീ ഒന്ന് അടങ്ങ്, ഇനി ഈ ഒരു ദേഷ്യം വെച്ചിട്ട് നീ നേരെ കണിമംഗലത്ത് പോയിട്ട് ഈ ചെറിയച്ഛനോട് ഏറ്റുമുട്ടാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട, ആദ്യം നമ്മുടെ മുത്തശ്ശി ഒന്ന് കണ്ണ് തുറക്കട്ടെ, കണ്ണ് തുറന്ന് കഴിഞ്ഞിട്ട് മുത്തശ്ശി എന്താ പറയുന്നത് എന്നൊക്കെ നോക്കാം, അല്ലെങ്കിൽ അച്ഛനോടും എന്തായാലും വിവരമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ എന്താണ് പ്രതികരണം എന്നൊക്കെ നോക്കാം, അതൊക്കെ അവരുടെ അഭിപ്രായം കേട്ടിട്ട് മതി ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലാതെ നീ നിൻ്റെ വക വീട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചെറിയച്ഛൻ്റെ മുന്നിൽ പോയി ഒന്നും പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ വരുന്നതിനെ അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു നേഴ്സ് അങ്ങോട്ടങ്ങ് കയറി വരുന്നുണ്ട്. എന്നിട്ട് നേരെ ഈ മുത്തശ്ശീനെയൊക്കെ ഒന്ന് ഇങ്ങനെ ചികിത്സിക്കുന്നൊക്കെ ഉണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം ഇവരിങ്ങനെ മുത്തശ്ശിനെ അങ്ങ് തട്ടി വിളിക്കാണ്, മുത്തശ്ശി എണീറ്റ് കണ്ണ് തുറക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നോക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ മെല്ലെ കണ്ണങ്ങ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം ഈ നേഴ്സ് ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്, ഇനി മുത്തശ്ശി ഇവരോട് സംസാരിച്ചോളട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അപ്പോൾ ഇവർ അങ്ങനെ കണ്ണ് തുറക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ വരുന്ന നേരെ തന്നെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ മുത്തശ്ശി ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെട്ട് അങ്ങ് കരയാണ്. അപ്പോൾ ഇവരങ്ങ് കരച്ചിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വരുണും പറയുന്നുണ്ട്, മുത്തശ്ശി കരയല്ലേ, മുത്തശ്ശി ഇങ്ങനെ കരയുന്നത് കാണാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ ഈ മുത്തശ്ശിനോട് പറയുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് മുത്തശ്ശിനെ കരയിപ്പിക്കരുത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ഡോക്ടർക്ക് അറിയില്ലല്ലോ എനിക്ക് സ്വന്തം മക്കൾ തന്നെ ഉണ്ട് എന്നെ കരയിപ്പിക്കാൻ എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ജയഭാരതി മുത്തശ്ശി വീണ്ടും അങ്ങ് കരയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ നിങ്ങൾ രണ്ടുപേരും കൊല്ലാൻ നോക്കിയാൽ അവനെ ആ ചന്ദ്രശേഖരനെ ഞാൻ കൊല്ലാൻ വേണ്ടി തന്നെയാണ് കണിമംഗലത്തേക്ക് പോയത്, ഞാനൊരു കത്തി എടുത്ത് പുറകിൽ നിന്ന് കുത്തണം എന്ന് തന്നെയാണ് വിചാരിച്ചത്, പക്ഷേ കത്തി എടുത്ത് അവനെ കുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവനും അവന് കുഞ്ഞുനാളിൽ അവന് ചിരിച്ചതും അവൻ്റെ കുസൃതികളും ഞാൻ അവനെ സ്നേഹിച്ചതും അതെല്ലാമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് അവനെ കൊല്ലാൻ തന്നെ കഴിഞ്ഞില്ല, എൻ്റെ കൈ വിറച്ച്, അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കത്തി അങ്ങ് താഴെ വീണ് പോയടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശി അങ്ങ് കരയാണ്. പക്ഷേ നിനക്കറിയോ, അവൻ അങ്ങനെ ഒരു യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല, ഞാൻ അവൻ്റെ അമ്മയാണെന്നോ ഞാൻ അവനെ സ്നേഹിച്ചിരുന്ന കാര്യം അതൊന്നും അവന് ചിന്തയുണ്ടായിരുന്നില്ല, അവന് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു, അവൻ എന്നെ കൊന്നിരുന്നെങ്കിൽ അത്രയും സമാധാനമായിരുന്നു, പിന്നെ ഇങ്ങനെ ജീവിച്ചിരിക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. അപ്പോൾ ഈ വരുന്ന പറയുന്നുണ്ട്, മുത്തശ്ശി എന്തൊക്കെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ജീവിച്ചിരിക്കുക തന്നെ വേണ്ട, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം, അവൻ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് നിന്നത്, അവൻ ഇതുപോലെ എനിക്ക് തോന്നിയ പോലെ ഒരു സ്നേഹവും അവന് എന്നോട് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്.
പിന്നെ നിങ്ങളിനി എന്നെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ വേണ്ടി ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ എന്നെക്കുറിച്ച് ഇനി കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാലും അതങ്ങനെ ടെൻഷനായി നിൽക്കൊന്നും വേണ്ട കേട്ടോ. അതൊരു നല്ല കാര്യം തന്നെയാണ്. എങ്ങനെയെങ്കിലും ഇനി എനിക്ക് കൂടുതൽ കാലമൊന്നും ജീവിച്ചിരിക്കാനൊന്നും ഇല്ല, ഞാൻ എന്തായാലും പോകാനായി, ഇതുപോലെ അങ്ങ് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഇവർ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ വരണിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അവൻ വരണ് പറയുന്നുണ്ട്, ഓ എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് മുത്തശ്ശി എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു നേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഡോക്ടറെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അവൻ വരുന്നുണ്ട് അധികം കൂടിയിട്ട് അങ്ങ് പോകാൻ നിൽക്കാണ്. അവൻ ഞങ്ങളൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ ഡോക്ടർ എന്തെങ്കിലും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് അവരോട്. അപ്പോൾ ഇവർ ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഡോക്ടർ റൂമിലേക്ക് അങ്ങ് കയറി പോവുകയാണ്. അവൻ ഡോക്ടർ അവിടെ നിന്ന് റൂമിലെത്തി കിടക്കുന്ന സമയത്ത് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇനി മുത്തശ്ശിക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്, പിന്നെ സ്കാൻ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശി ഓൾറൈറ്റ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴത്തെ ആ ഒരു ഷോക്കിലുള്ള ആ ഒരു ഷോക്കാണ്, അല്ലാതെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇവർ ഓക്കെ ശരി, വേറെ എന്തെങ്കിലുമൊക്കെ ഇനി ചെയ്യാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇല്ല, ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോകാം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ ഓക്കെ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ പോലീസ് കേസൊന്നും വേണ്ട എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇൻഫോം ചെയ്യാത്തത്. എന്തായിരുന്നു പ്രശ്നം, അത് പോലീസിൽ കേസ് കൊടുക്കേണ്ട കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരണ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചത്, കാരണം വീടിനകത്തുള്ള ഒരു ഫാമിലി ഇഷ്യൂ അല്ലേ, അതുകൊണ്ട് അത് ഇനി പുറത്ത് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കേസ് വേണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാനിങ്ങനെ കുത്തി ചോദിക്കേണ്ടതാണ്, പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ഇനി നിങ്ങൾ പോയിക്കോളൂ, ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞേക്കാണ്. അവരപ്പോൾ ഡോക്ടറെ അടുത്തുനിന്ന് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയ സമയത്താണ് ഇവരിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത്, അല്ല ഇനി ഡിസ്ചാർജ് ചെയ്ത് പോകണമെങ്കിൽ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, സ്കാനിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര പൈസയാകാമെന്നൊന്നും ചോദിച്ചതുമില്ല എന്നൊക്കെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്. പറയുന്നുണ്ട്, അതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്തായാലും ഇപ്പോൾ ഒരു 10-20,000 രൂപ ബില്ല് വരാൻ നല്ല ചാൻസ് ഉണ്ട്, അതെന്തായാലും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ അധികം പറയുന്നുണ്ട്, അയ്യോ വരണേ, ഇനി നമ്മൾ എന്താ ചെയ്യുക, എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ കുറച്ച് പൈസ ഉള്ളൂ, അത്രയും തുകയൊന്നും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരണ് പറയുന്നുണ്ട്, അത് സാറില്ല, നീ ഇങ്ങനെ ടെൻഷനാകൊന്നും വേണ്ട, ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, എന്തായാലും പൈസ ഞാൻ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് നേരെ ഫോൺ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും അമ്മ അങ്ങോട്ട് അങ്ങ് വരികയാണ്, പത്മിനി. പത്മിനി പറയുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, ഡോക്ടർ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അതെ ഡോക്ടറൊക്കെ കണ്ടു, ഇനി ടെസ്റ്റും കുറച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പോകാം എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അല്ല പൈസയുടെ കാര്യം ഇനി എന്താ ചെയ്യുന്നത്, പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, പൈസയൊന്നും ഇല്ല, ഇനി അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എൻ്റെ താലിമാലായിരുന്നു, അതാണെങ്കിൽ ഞാൻ അച്ഛന് ചികിത്സക്ക് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞും ചെയ്തു, ഇപ്പോൾ ഈ കഴുത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചരടാണ്, ഞാൻ എൻ്റെ താലിമാല ഈ ചരടിൽ കോർത്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇതാണെങ്കിൽ മുക്കുമല്ലേ, അതുകൊണ്ട് ഒന്നുമില്ലല്ലോ, എനിക്കാണെങ്കിൽ ഇനി എന്ത് പൈസ ഒരു 30,000 രൂപ പോലും സഹായത്തിന് തരാൻ എൻ്റെ കയ്യിലില്ലല്ലോ. ഇപ്പോൾ തന്നെ ഈ ചന്ദ്രശേഖരന് മനസ്സിലായിട്ടുണ്ടാവും അയാളുടെ ലക്ഷ്യം എന്തായാലും നടന്നു, കാരണം നമ്മളിങ്ങനെ ഒരു 30,000 രൂപക്ക് പോലും നമ്മുടെ കയ്യിൽ വകയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തണം എന്നായിരുന്നു ചന്ദ്രശേഖരൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം എന്തായാലും അവന് നടന്നും ചെയ്തല്ലോ, അവനിപ്പോൾ നല്ല സംതൃപ്തി ആയിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എന്തായാലും ഇനി പൈസക്ക് വേണ്ടിയിട്ട് സൂര്യനെ വിളിച്ചിട്ടും കാര്യമില്ല, അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, അതിലും വലിയ പ്രയോജനമൊന്നുമില്ല, ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും അമ്മ ചെല്ല്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്തോളാം, അമ്മ എന്ന് ടെൻഷൻ അടിക്കണ്ട, പിന്നെ ഈ കാര്യമൊന്നും മുത്തശ്ശിനോട് പറയാൻ നിൽക്കണ്ട, പിന്നെ മുത്തശ്ശി അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മനോട് മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് പോകാൻ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് പത്മിനി അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ ഈ വരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഈ കണ്ണീരൊക്കെ കണ്ടാൽ തന്നെ പിന്നെ മുത്തശ്ശിക്ക് മനസ്സിലാകും നമുക്ക് പൈസയുടെ പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള കാര്യം, അതൊന്നും മുത്തശ്ശിനെ അറിയിക്കണ്ട, അതുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് നല്ല രീതിയിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വരുണ് പറയുന്നുണ്ട്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ എന്തായാലും ഞാൻ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്തിട്ട് ഒരു കോൺടാക്ട് നമ്പർ അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനെ നിനക്കറിയില്ലേ, ഇവന് ഗവൺമെൻറ് കോൺട്രാക്ടറാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾക്ക് കൂടുതൽ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത രീതിയിലാണ് എന്തായാലും അവൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ വരുണ് ഫോൺ എടുത്തിട്ട് അവനങ്ങ് റിങ് ചെയ്യുന്ന സമയത്ത് 2-3 റിങ് ചെയ്തതിന് ശേഷം ബിസി ആക്കുകയാണ്. അപ്പോൾ അവന് വീണ്ടും അങ്ങ് അടിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും
വീണ്ടും ബിസി ആക്കുന്ന സമയത്ത് അവനും എന്തോ ബിസിയാണെന്നാണ് തോന്നുന്നത്, ഇനി അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വട്ടം കൂടി അങ്ങ് അടിക്കുന്നുണ്ട്. അപ്പം ഫോൺ എടുക്കുന്നത് അവൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഇവൻ്റെ നമ്പർ കണ്ടിട്ട് മുഖത്ത് വലിയ സന്തോഷമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഇവൻ ഫോൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഹലോ വരുണ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ വരുണ പറയുന്നുണ്ട് എടാ നീ ഇപ്പോൾ ഇവിടെ ടൗണിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് അത് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രൈവിങ്ങിൽ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുണ പറയുന്നുണ്ട് നിനക്കിപ്പോൾ എൻ്റെ കണ്ടീഷനൊക്കെ അറിയാലോ, എൻ്റെ ഒരു അവസ്ഥ ഇപ്പം മുത്തശ്ശിക്കാണെങ്കിൽ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, പൈസ അടക്കാനാണെങ്കിൽ എൻ്റെ കയ്യിലില്ല, നീ ഒരു 25,000 രൂപ ഒന്ന് കടം തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സുഹൃത്ത് ഒന്ന് ഇങ്ങനെ ബാക്ക് അടിക്കുകയാണ്. എന്നിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ട് അതേ നീ പറയുന്നത് ഒന്നും തോന്നരുത്, ഇപ്പം ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ ഫോണിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു സൗകര്യം ഉള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പൈസ അയച്ചു തരാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ തവണയാണ് എനിക്കൊരു കോൾ വരുന്നത്, അതും ഹോസ്പിറ്റൽ കേസാണ് എന്ന് പറഞ്ഞത്. ഇതുവരെ 2 പേരും കൂടി എനിക്ക് വിളിച്ചിരുന്നു അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യത്തെ ആൾക്ക് ഞാൻ പൈസ കൊടുത്തു, പിന്നെ എങ്ങനെയാടാ വീണ്ടും വീണ്ടും എല്ലാവർക്കും കൂടി പൈസ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ ഇങ്ങനെ പറയുന്നുണ്ട് എടാ എനിക്കൊരു 25,000 രൂപ എങ്ങനെയെങ്കിലും നീ ഒന്ന് അറേഞ്ച് ചെയ്ത് താടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട് എടാ എൻ്റെ കയ്യിൽ ഇല്ലടാ, ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞ്, ഇനി അതിൽ കൂടുതൽ എങ്ങനെ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത്, എന്തായാലും നീ വേറെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു നോക്കുക, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ തന്നെ വരുന്ന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അവൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ രാധികനോട് പറയാണ്. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് ഇവൻ എന്നോട് പറഞ്ഞതാ അവന് മുന്നേ 2 പേര് വിളിച്ചിരുന്നു, ആ വീട്ടിൽ അമ്മക്ക് സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിച്ച് പൈസ വാങ്ങി എന്നാണ് പറഞ്ഞത്, അവരുടെ ആ ഒരു കൂട്ടത്തിലാണ് അവൻ എന്നെയും കൂടി കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട് ഇനി ആർക്കും വിളിക്കണ്ട, വിളിച്ച് വെറുതെ നാണം കെടാൻ നിൽക്കണ്ട, അവരാരും ഇനി പൈസ ഒന്നും തരാൻ പോകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് രാധിക ഇവരോട് അങ്ങ് പറയുന്നത്. എന്നിട്ട് രാധിക പറയുന്നുണ്ട് എന്തായാലും പൈസ ഞാൻ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവള് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വീട്ടിലൊന്ന് പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അവൻ വരുന്നു പറയുന്നുണ്ട് ഞാനും കൂടെ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പത്മിനി വന്നിട്ട് വീണ്ടും ഇവരോട് പറയുന്നുണ്ട് മുത്തശ്ശി നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവർ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. ആ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ കാര്യത്തിൽ എന്താ ഡോക്ടർ പറഞ്ഞത്, എൻ്റെ കാര്യം തീരുമാനമായി, ഞാൻ അങ്ങ് എടുക്കാനായി എന്നൊക്കെ പറഞ്ഞോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ വരുന്നതിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയരുതെന്ന് പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ഇവനങ്ങ് ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പോൾ തന്നെ ഈ രാധിക പറയുന്നുണ്ട് മുത്തശ്ശിക്ക് അറിയില്ലേ മുത്തശ്ശിയുടെ പേരക്കുട്ടിക്ക് ഇതുപോലുള്ള തമാശകളൊന്നും അങ്ങ് മനസ്സിലാകില്ല എന്നുള്ളത്, അതുകൊണ്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കറിയാടാ നിങ്ങൾ 2 പേരും അപ്പുറത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പൈസയുടെ കാര്യമല്ലേ, ബില്ലടക്കാൻ പൈസ ഇല്ലായിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് ആ ഡോക്ടറെ ഒട്ടും പിടിച്ചിട്ടില്ല, എനിക്ക് അവരോടൊരു തൃപ്തി തോന്നുന്നില്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോയിട്ട് വേറെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്താൽ മതി, ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യേണ്ട, നമുക്കിപ്പോൾ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട് അല്ല മുത്തശ്ശി ഈ ഡോക്ടർ നല്ല ഡോക്ടറാണെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവർ നല്ല ഡോക്ടർ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ ആദ്യം, ഇപ്പോഴല്ലല്ലോ, ഇപ്പം അവർ അത്ര വലിയ തൃപ്തിയൊന്നും എനിക്ക് വന്നിട്ടില്ല, നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നുണ്ട് അങ്ങനെയൊന്നും മാറാൻ പറ്റില്ല മുത്തശ്ശി, ഇവിടുന്ന് തന്നെ എല്ലാ ടെസ്റ്റും ചെയ്യണം, അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് അങ്ങ് പോകാനൊന്നും പറ്റില്ല, ഞങ്ങൾ എന്തായാലും പൈസ ഒക്കെ അടച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി ഇങ്ങനെ അവർക്ക് പൈസ ഉണ്ടാവില്ല എന്നുള്ള വിചാരിച്ചിട്ടാണ് അവർ ഡോക്ടറെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞത്, വെറുതെ അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങ് പോകണം എന്നുള്ള മട്ടിലാണ് എന്തായാലും മുത്തശ്ശി ഇവരോട് അങ്ങ് പറയുന്നത്. ആ മുത്തശ്ശി പറയുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം, ഇനി ടെസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് പൈസയുടെ കാര്യമൊക്കെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തോളാം, മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ ആകൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് രാധിക പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് വീട്ടിൽ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വരുൺ പറയുന്നുണ്ട് ഞാനും ഉണ്ട് നിൻ്റെ കൂടെ വീട്ടിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ 2 പേരും നേരെ ആറ്റുവാശ്ശേരിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ അമ്മ അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തായി എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട് അത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പൈസക്ക് കുറച്ച് ഷോർട്ട് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇനി ആ പൈസ അറേഞ്ച് ചെയ്യണം, അമ്മ എന്തായാലും ഒരു കാര്യം ചെയ്യുമോ, അവിടെ അടുത്തുള്ളൊരു ചേച്ചി ഇല്ലേ, ആ ചേച്ചിയോട് നിങ്ങൾ കുറി വെക്കുന്നൊരു ചേച്ചി, ആ കുറി ചേച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്കുക കുറച്ച് പൈസ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവരുടെ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ മോളെ അവരോട് ചോദിക്കണ്ട, കാരണം അവരുടെ മോന് ഇപ്പോൾ ലണ്ടനിലല്ലേ പഠിക്കുന്നത്, അവന് ഫീസ് അടക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ നെട്ടോട്ടം ഓടുന്നുണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ രാധിക വീണ്ടും മറ്റൊരു ചേച്ചീനെ അങ്ങ് പറയുന്നുണ്ട് ആ ചേച്ചിയുടെ കയ്യിലുണ്ടാവില്ലേ ഒന്ന് ചോദിച്ചു നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും
യശോദ പറയുന്നുണ്ട്, അതെ അവരോടും ചോദിക്കണ്ട, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ തരുകയൊക്കെ ചെയ്യും, പക്ഷേ അവളോടുള്ള ചരിത്രം മൊത്തം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോവാം, പൈസയുടെ കാര്യമല്ലേ ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് തരാം, എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മക്ക് എവിടുന്ന പൈസ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും ഇങ്ങോട്ട് വീട്ടിലേക്ക് വാ, ഞാൻ നിനക്ക് പൈസ തരാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ വരുന്നുണ്ട് അധികം കൂടി നേരെ അങ്ങ് ആറ്റുവാശ്ശേരിയിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട്, വന്നോ, എന്തായാലും നമുക്ക് ഇപ്പോൾ ടൗണിലേക്ക് അങ്ങ് പോകണം, അവിടെ പലിശക്ക് കൊടുക്കുന്ന ഒരാളില്ല, അയാളെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ചോദിക്കുന്നുണ്ട്, എന്തിനാ അയാളെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒന്ന് കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു താലിമാല അങ്ങ് രാധികക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി കൊണ്ടുപോകാം, നമുക്കിത് പണയം വെച്ചിട്ട് പൈസ എടുക്കുക എന്നൊക്കെ പറയണേ. അപ്പോൾ രാധിക ആ താലിമാലയിലേക്ക് അങ്ങ് നോക്കുന്ന സമയത്ത് ഇത് അമ്മയുടെ താലിമാലയല്ലേ, ഇതൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ തന്നെ വരുണ് പറയുന്നുണ്ട്, രാധികയെ ആ മാല വേണ്ട, അത് വേഗം അമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കൊന്നും വേണ്ട, ഇതിൻ്റെ താലിമാല എന്ന് പറഞ്ഞത് ദേവേട്ടൻ എന്നെ താലി കെട്ടുന്ന സമയത്ത് ഇട്ടിരുന്നത് ഒരു ചരടിലായിരുന്നു. ആ ചരട് പിന്നെ ഓരോ സമയത്തിന് ശേഷം ഈ മാലയാക്കി മാറ്റിയതല്ലേ, അതുകൊണ്ട് ഇതിലൊന്നും പ്രയോജനമൊന്നുമില്ല, ഈ താലിമാലയിലൊന്നും അല്ല കാര്യം. എത്രമാത്രം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന്, അദ്ദേഹം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, അതാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഈ പയനം നമുക്ക് ഇങ്ങനെ വേണ്ട, ഇത് അമ്മയുടെ കഴുത്ത് തന്നെ കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാല തിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ എന്തായാലും പൈസ അറേഞ്ച് ചെയ്തോളാം, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ യശോദ വീണ്ടും അവരങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ മോനെ, ഞാൻ നിന്നെ സ്വന്തം മകനായിട്ടാണ് കണ്ടത്, നീ എന്നെ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ നീ എൻ്റെ അമ്മായിയമ്മ അല്ല സ്വന്തം അമ്മയാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നീ ഒരു അവകാശം, നീ എൻ്റെ മകനാണെന്നുള്ള അവകാശം എടുക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം എൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് നേരെ ഈ താലിമാല അങ്ങ് ഊരിയെടുത്തിട്ട് എനിക്ക് പൈസക്ക് കുറച്ച് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയായിരുന്നു വേണ്ടത്. അങ്ങനെയല്ല നീ എന്നെ കാണേണ്ടത്. നീ ഇനി മറ്റുള്ളവരോട് പോയി ചോദിക്കാനല്ലേ പോകുന്നത്, അവരോട് കൊടുക്കുന്ന ആ ഒരു പരിഗണന പോലും നീ എനിക്ക് തരുന്നില്ലേ, അവരുടെ കൂട്ടത്തിൽ പോലും നീ എന്നെ പെടുത്തുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഈ യശോദ ഇവനോട് അങ്ങ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ആരോട് യാചിക്കാനൊന്നും പോകണ്ട, ഇത് തന്നെ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് അവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം, ബൈ ഓൾ.